കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യരുടെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം തന്നെയാണ് സംസാരിക്കപ്പെടുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നാം വാക്കുമ്പോൾ ഓരോരുത്തരും മരിക്കുമ്പോൾ മരിച്ചവർ പിതാക്കന്മാരുടെ കല്ലറിൽ അടക്കപ്പെട്ടു എന്നും പിതാക്കന്മാരോടുകൂടെ നിദ്ര പ്രാപിച്ചു എന്നും ഒക്കെയാണ് അവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ ആദാം പാപം ചെയ്ത് പാപത്തിൽ മരിച്ചവരെ ക്രിസ്തുവിൻ്റെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഒരു മനുഷ്യന് ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് എന്ന് അറിവാൻ സാധിക്കുന്നു. അപ്പോൾ അന്നത്തെ ആ കൊരിന്ത് സഭയിലെ ജനങ്ങൾ അപ്പോൾ ഈ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ നാമും ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ള സംശയങ്ങൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തീർത്ത് കൊടുക്കുവാനായിട്ട് പൗലോസ് ചില കാര്യങ്ങൾ ആ ഒരു 15-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്. അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു കേഫാവിനും പിന്നെ 17 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾ ആദ്യമായി ഏൽപ്പിച്ച് തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇതുവരെ ജീവനോടിരിക്കുന്നു, ചിലർ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന 8-ാമത്തെ വാക്യത്തിൽ എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജയ പോലെ ഉള്ള എനിക്കും പ്രത്യക്ഷനായി എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ അകാല പ്രജ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സഭയെ വളരെ പിടിപ്പിച്ചുകൊണ്ടിരുന്നവനാണ് ഈ പൗലോസ് അപ്പോസ്തലൻ സൗലായിരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ആ ഒരു എനിക്കും എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാതെ എനിക്കും ദൈവം ഇങ്ങനെ കാഴ്ച തന്നു എന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നല്ലത് പ്രവർത്തിച്ച് നല്ലതുകൊണ്ട് ഇരിക്കുമ്പോൾ ആ ഒരു ആദാമിൻ്റെ പാപം എന്ന് പറയുന്ന ആ ഒരു അനുസരണക്കേട് നമ്മയെല്ലാം ഒരു ജന്മഭാവത്തിലേക്ക് നയിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ജന്മഭാവത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടുവാൻ ഒരു പാപവും ഇല്ലാത്ത ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ ആ നിഷ്കളങ്ക രക്തത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ ആ ഒരു മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ ഒരു നിത്യജീവനെ പ്രാപിക്കുവാൻ സാധിക്കും. അത് വിശ്വസിച്ചിട്ട് നമ്മുടെ നടപ്പുകളെല്ലാം ദുർനടപ്പായിരുന്നാൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ ചെന്നെത്തുവാൻ സാധിക്കത്തില്ല. ബൈബിളിലെ ദൈവം നമുക്ക് ചില കൽപ്പനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കി ക്രിസ്തു നമുക്ക് ജീവിച്ച് കാണിച്ചിട്ട് പോയ ഒരു ജീവിത മാർഗമുണ്ട്. ആ മാർഗത്തിൽ കൂടെ ജീവിക്കുന്നവർക്ക് നിർബന്ധമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചാലും വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അപ്പോൾ നമ്മെ വിട്ട് കടന്നു പോയവർ അവർ നല്ലവരായിരുന്നു, നല്ല ഒരു ക്രിസ്തു മാർഗത്തിൽ നല്ലൊരു വിശ്വാസമുള്ളവരായി ജീവിച്ചു എന്നുണ്ടെങ്കിൽ നാമും അതേപോലെ ജീവിച്ചാൽ നമുക്കും അവിടെ പോകുമ്പോൾ ആ മരിച്ചവരെ കാണുവാൻ സാധിക്കും. നാം നല്ലവണ്ണം ജീവിച്ചിരുന്നിട്ട് നമ്മുടെ തലമുറകളും നല്ലവണ്ണം ജീവിച്ചാൽ ക്രിസ്തുവിൽ തന്നെ ആ വിശ്വാസത്തിൽ ആ വചനത്തിൽ നിലനിന്നുകൊണ്ട് പിന്നെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ തലമുറകളും ജീവിക്കുകയാണെങ്കിൽ നാം മരിച്ചു പോയാലും അവർക്ക് വരുമ്പോൾ അവർ വരുമ്പോൾ അവർക്കും കാണുവാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വേർതിരിഞ്ഞിരിക്കുന്നവർക്ക് അവരെ കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടാകും. പ്രിയ ദൈവ പൈതലെ, ക്രിസ്തുവിൻ്റെ ആ ഒരു വചനം അനുസരിച്ച് ക്രിസ്തുവിൽ തന്നെ ജീവിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിക്ക് നിർബന്ധം മരിച്ചാലും അവർ ജീവിക്കുമെന്ന് വചനം പറയുന്നത് പോലെ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ജീവിപ്പാനും വീണ്ടും അനേക കോടി യുഗവർഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാനും കഴിയും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ കർത്താവെ ഇന്ന് കർത്താവെ അങ്ങയുടെ രക്തത്തിൽ, അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ, അങ്ങയുടെ മരണത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ അങ്ങയെപ്പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കൽ ഉണ്ട് എന്ന് വചനം പറയുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് അങ്ങയുടെ പാതയിൽ തന്നെ ജീവിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ഞങ്ങൾ ഒരിക്കലും തളർന്നു പോകുവാൻ ഇടയാകരുതേ അപ്പാ. ഞങ്ങളെ ഓരോ ദിവസം വിശ്വാസത്തിൽ അങ്ങ് ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്ന് കർത്താവെ നീ ഞങ്ങളെ കർത്താവെ കൺമണി പോലെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.